മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഓരോ ദിവസവും കൂടുതൽ സങ്കീർണവും അപകടകരവുമായ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യമാക്കി ഇറാൻ 2 മിസൈലുകൾ പ്രയോഗിച്ചെന്ന റിപ്പോർട്ടും അതിനെ അമേരിക്ക നിഷേധിക്കുന്നതും ഈ പ്രതിസന്ധിയുടെ ആശയക്കുഴപ്പവും സംഘർഷഭാവവും എത്രത്തോളം ഉയർന്നിരിക്കുകയാണ് എന്നത് വ്യക്തമാക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള വിരുദ്ധമായ അവകാശവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിന്റെ ഗുരുതരതയെ അടയാളപ്പെടുത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനു നേരെ 2 മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ വ്യക്തമാക്കുകയാണ്. യുദ്ധക്കപ്പലിൽ മിസൈൽ ഏറ്റുന്ന വാർത്ത US ഇതേ സമയം നിഷേധിക്കുകയും ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ തെക്കൻ പ്രവേശന കവാടത്തിൽ US യുദ്ധക്കപ്പലിനെ താക്കീത് നൽകി മടക്കി അയച്ചുവെന്ന് ഇറാൻ നാവികസേന പറഞ്ഞു. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് കപ്പലുകളെ ഹോർമൂസ് കടത്തിവിടാനുള്ള US നാവികസേനയുടെ ദൗത്യം തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. അനുമതിയില്ലാതെ കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പ് ഇറാൻ അതേസമയം ആവർത്തിക്കുകയും ചെയ്തു.